നീ ഇപ്പം ഇങ്ങനെ ഓക്കെ ശരി, നിനക്കില്ലെങ്കിൽ എനിക്കില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ലെറ്റ്സ് ബ്രേക്കപ്പ്. വന്ന പിന്നെ എന്താണ് സൈമ? ഊഫ്. ഇത് യാഷ് ചെയ്തിട്ട് ഞാൻ നിന്നെ പൂജിക്കണോ? അവർക്ക്
കിട്ടണ കാശൊക്കെ അവർക്ക് വേണ്ടി ചെലവാക്കും. അവരാ കാശ് കൊണ്ട് MDMA അങ്ങനത്തെ ഒരു ലഹരി വസ്തുക്കൾ വാങ്ങി അവരുടെ ജീവൻ അവരാണ് നശിപ്പിക്കുന്നത്. പറയാനുണ്ട്, കഴിഞ്ഞ ആഴ്ച തന്നെ 18 വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസ്. എത്ര കേസ് അവന്റെ പേരിൽ? ഒരു പ്രേമ കേസ്. അതാണ് ഈ കണ്ട പടമൊക്കെ കണ്ടിട്ട്, ഇക്ലിപ്പടമൊക്കെ കണ്ടിട്ട് പ്രേമിക്കാൻ നടക്കപ്പെട്ട പിള്ളേര് എന്താ നോക്കണേ. അല്ലെങ്കിൽ ഈ അപ്പനപ്പൊപ്പന്മാരായിട്ടുള്ള ഉണ്ടാക്കി വെച്ച വരെ ഇനിയിപ്പൊ കിട്ടണത് കളയണ്ട, അത് നോക്കാം. ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചതാ, പെൺകുട്ടികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ലഹരി എന്നുള്ളത്. നാസയുടെ പഠന. ഓ, നാസയുടെ പടം. ആ കുട്ടിയുടെ പടം നല്ല പടനാട്ടോ. നാസയോ? ആ, ഇത് ഏത് പുതിയ സാധനം? ഒടിഞ്ഞു വീഴൂല. മോനെ കുട്ടാ, സംഭവം സീരിയസ് ആട്ടാ. ഏതോ ഫ്രീക്കനാ മോനെ. മോനെ. നിൽക്കുമ്പോ ഓളെ അതെ, അത് പോയി വന്നിട്ട് നോക്കാം. ബോധം വന്നോ? മോനെ മോനെ നല്ലതല്ലോ. അങ്ങോട്ടോ അങ്ങോട്ടോ അതും കാണാം. നമുക്ക് പോയി വന്നിട്ടോ നമുക്ക് ബോധം വന്നോ. സാറേ, ഒരുപാട് നന്ദിയുണ്ട്. സാധാരണ ഞാൻ ജീവിതത്തിൽ തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ വഴിതെറ്റി നടന്നെ. അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. നീ ഇതേപോലെ കണ്ട പള്ളികളൊന്നും പോയി ചേർന്ന് നോക്കാം. ഒരു കുടുംബക്കുള്ളതല്ലേ, നീ മുന്നോട്ട് കുടുംബത്തിന്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കാം. അപ്പൊ നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം കേട്ടോ. ബില്ലടക്കാൻ മറക്കരുത്. അടിയിലുണ്ട്, അവിടെ കൊടുത്താൽ ബില്ലടക്കണോട്ടാ. ശരി. ഓക്കെ. എന്താണ് മോളെ? എന്താണ് ഇവിടെ? ആ, മോള് പറ, എന്താ മോളുടെ പ്രശ്നം? എന്താ ചേട്ടനോട് പറ. പറ മോളെ. മോള് പറഞ്ഞോ, ഒന്നും പേടിക്കണ്ട, ചേട്ടൻ നോക്കിക്കോളാ. ഇവനൊന്നും പേടിക്കണ്ടട്ടാ. ഇവിടെ മോള് പറ, എന്താണെങ്കിലും ചേട്ടനോട് പറ. എന്തോ സാർ പോവാനാ? എന്നോട് പോവാൻ പറയാ ചെയ്യാനാ? നീടെ വന്നേടാ. അല്ല, ഞാൻ ബുദ്ധിമുട്ടിച്ചാ നീ ഇപ്പൊ എന്ത്? അല്ല പറയടാ. നിന്റെ പൈസ വലുതുണ്ടോ? പൈസ ഒന്നുമില്ലാതെ നീ പിന്നെ ഇവിടെ എന്തിനാണ് വന്നേ? പൈസ ഒന്നും ഇല്ലാതിരിക്കില്ലല്ലോ. എടാ, നിന്റെ പൈസ എന്തെങ്കിലും ഇങ്ങനെ തന്നോ? ഞാനായിട്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പറ. പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് മതിടാ, ഇത് മതി ചേട്ടനേ, ഇത് മതി. ഇനി ഞാനായിട്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പോട്ടെ. എന്തെല്ലാം തരം മനുഷ്യന്മാരാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇത് നന്നാവും. ഞാൻ നന്നായി സാറേ. ഞാനിപ്പില്ല, ഞാനിപ്പോ മൊത്തത്തിൽ നന്നായി സാറേ. ഞാനിപ്പോ നന്നായി സാറേ. ഇപ്പൊ ഒരു ബാഡും ഇല്ല. ഇപ്പൊ മൊത്തത്തില് ഇവൻ നന്നായി കാണാൻ. സാറേ, ഞാൻ വെറുതെ പറയണല്ല സാറേ. ഇന്ന് വിജയനുണ്ടല്ല, വെറും ഒരു തുള്ളി അല്ല, ഒരു ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ സാറേ. അല്ലാതെ വിജയന്റെ അതിൽക്കുള്ള ഒരു തുള്ളി ഇന്ന് കുടിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ അല്ലേ? കാണാണ്ട് ഒരു ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാ എന്റെ സാറെ വേണ്ട വെച്ചിട്ടല്ല. ഞാനിത് കുടിക്കണ്ടാന്ന് വെച്ച് കാലത്ത് തന്നെ ഇറങ്ങില്ല സാറേ. പിന്നെ പിള്ളേര് പൈസ വാങ്ങി. അപ്പൊ കൂട്ടുകാരന്മാര് വന്നിട്ട് പാർട്ടി വേർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വിജയ. അപ്പൊ വിജയം പറയണം, എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കൂടി നിർത്തിന്ന് പറയണം. എന്റെ സാറേ, നമുക്ക് അത് കൂട്ടുകാരന്മാരല്ലേ ഉള്ളൂ സാറേ. അവന്മാര് വിളിച്ചാൽ നമുക്ക് എങ്ങനെ സാറേ പോകാൻ പറ്റില്ല എന്ന് പറയാം. ഇപ്പൊ സർക്കാർ ഈ സ്ഥാനത്തിനൊക്കെ പൈസ കൂട്ടി എന്തും പൈസയാ സാറേ. ഇപ്പൊ പക്ഷേ ഉണ്ടല്ല, ഇപ്പൊ നമ്മുടെ പുതിയ പിള്ളേരടിക്കുന്ന ഒരു സാധനം അതിനാവുമ്പോണ്ടല്ല, പൈസ കുറച്ച് കൂടുതലാണെങ്കിൽ ഇത് അടിച്ചതിന്റെ ഇരട്ടി എഫക്റ്റ് ആക്കാം. എനിക്ക് എല്ലാത്തിനും ഒരു ഉണ്ട് സാറേ. ആരും ഉപയോഗിക്കാത്ത സാധനങ്ങളാ. എന്റെ സാറേ, ആരും ഉപയോഗിക്കാത്ത പൈസ കുറയും സാറേ. അങ്ങനെ ആലോചിക്ക് വിജയ. ഇതെല്ലാവരും പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്റെ സാറേ, നീ ഇവിടെ നീ ഇപ്പൊ പോ, പിന്നെ സംസാരിക്കാം. നമുക്ക് പറഞ്ഞു നമ്മുടെ എന്താണല്ലേ ഇപ്പോഴത്തെ കാലം പോണ പോക്കേ. അല്ലേലും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സർക്കാർ തന്നെയല്ലേ ഇതിനൊരു പരിധിയുടെ കാരണം. മുക്കിലും മൂലയിലും ഒക്കെ പോസ്റ്റർ ഒട്ടിക്കും, ലഹരി പാടില്ല, ലഹരി മുക്തം പറഞ്ഞിട്ട്. പക്ഷെ ആണ്ടിലൊരിക്കലെ തുറക്കണ ബിവറേജ് ഒക്കെ ഇപ്പൊ എല്ലാ ദിവസവും തുറക്കും. ഈ നാട്ടിൽ തന്നെ ഇപ്പൊ 4ാമത്തെ ബിവറേജ് തന്നെ തുടങ്ങി. ഇങ്ങനെ കുടിക്കഴിഞ്ഞാൽ നാട്ടുകാരെങ്ങനെ കുടിക്കാണ്ടിരിക്കേ?
ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് അതിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് നിരോധിക്കണമില്ല. എന്നാൽ അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി ഒരു ബിവറേജ് പുതിയ പണിയാണ് ചെയ്യണത്. ഓരോരോ അവസ്ഥ തന്നെ. അതെ. ഡോക്ടർ, ആ പഴയ പേഷ്യന്റ് ഇല്ലേ, കച്ചറ സൈമൺ, അവൻ കാണാൻ വന്നിട്ടുണ്ട്. കൂടെ ഒരു പെണ്ണുണ്ട് ഡോക്ടർ, അവര് വിളിച്ചിട്ടേ. സാർമാരെ, ഇതൊക്കെയാണ് സംഭവം. കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. ഇതിനേക്കാളും കഷ്ടമായിരുന്നല്ലോ സൈമൺ. അതൊരു പ്രശ്നമല്ല. മാറണം എന്നുള്ള തീരുമാനം ആദ്യം നീ തന്നെയാണ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാലേ മാറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കേസുള്ളതുകൊണ്ടാണ് സൈമൺ ഒന്ന് രക്ഷപ്പെട്ടത്. നമുക്ക് ഇവിടെ ഇരിക്കണ്ട, ഒന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങാം, പുറത്തോട്ടിരിക്കാം.